ഒരു വീഡിയോയിലൂടെ തൗസൻഡ്സ് ചിലപ്പം ലക്ഷങ്ങൾ വരെ കിട്ടും. ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഒന്നുമല്ല, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ല, ഇനി യൂട്യൂബ് വഴിയുള്ള ഒന്നുമല്ല. ഇതാണ് നമ്മുടെ മീഷോ ക്രിയേറ്റർ ക്ലബ്. മിക്കുള്ള ആൾക്കാരും നമ്മുടെ ഒരു മീഷോ ക്രിയേറ്റർ ക്ലബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെങ്ങനെ ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ ഇതുവഴി എങ്ങനെ പൈസ ഉണ്ടാക്കും, ഇതുവഴി എങ്ങനെ നമ്മൾ പ്രോഡക്ട്സ് സെല് ചെയ്യും എന്നുള്ളതിലൊക്കെ ഭയങ്കര ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മീഷോ ക്രിയേറ്റർ ക്ലബിനെ കുറിച്ച് A to Z കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടാവും കേട്ടോ. ഹലോ, അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് വീട്ടിലിരുന്നൊക്കെ പണം സമ്പാദിക്കണം എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ മീഷോ ക്രിയേറ്റർ ക്ലബ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മീഷോ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു മീഷോ ക്രിയേറ്റർ ക്ലബിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മീഷോയിൽ നിന്നുള്ള പ്രോഡക്ട്സിനെ വെച്ചിട്ട് വീഡിയോസ് ഉണ്ടാക്കും. ആ ഒരു വീഡിയോസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, റിവാർഡ്സ് കിട്ടും. റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഞാൻ നമ്മുടെ മീഷോയിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സിനെ ജോയിൻ ചെയ്യാം, യൂട്യൂബ് വ്ലോഗേഴ്സിനെ ജോയിൻ ചെയ്യാം, അതുപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവർക്കും ഈ ഒരു മീഷോ ക്രിയേറ്റർ ക്ലബിൽ ജോയിൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മീഷോ ക്രിയേറ്റർ ക്ലബിൽ ജോയിൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് സിംപ്ലി ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ ജോയിൻ ചെയ്യുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് മീഷോ അഫിലിയേറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ വരും. ആ ഫസ്റ്റ് ആണെന്ന് അഫിലിയേറ്റ് വെബ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ മീഷോയിലേക്കായിരിക്കും അത് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഇതിൽ താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഏത് അക്കൗണ്ട് ആണെങ്കിലും അത് ഇതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ തന്നെ എനിക്ക് അവിടെ ഒരു മീഷോ ക്രിയേറ്റർ ക്ലബ് അവിടെ ഓപ്പൺ ആവും. നമ്മൾ ഈ ഒരു ക്രിയേറ്റർ ക്ലബിലുള്ളവർക്ക് നമുക്ക് കമ്മീഷൻ അനുസരിച്ച് ഓരോ പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്രോഡക്ട്സിന്റെ റിട്ടേൺ പോളിസി എന്ന് പറയുന്നത് 14 days ആയിരിക്കും. അപ്പൊ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മൾ ഈ ഒരു മീഷോ വഴി സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും. വാങ്ങിയിട്ട് അതിന്റെ വീഡിയോസ് നമ്മൾ എടുത്തിട്ട് 14 days റിട്ടേൺ പോളിസി ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ 14 daysനുള്ളിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ആ റിട്ടേൺ ചെയ്ത പ്രോഡക്റ്റിന്റെ പ്രൈസ് നമുക്ക് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇതാണ് ഒരു കംപ്ലീറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് ആക്ച്വലി പൈസ ചെലവ് ലൈക്ക് വാങ്ങുന്ന സമയത്ത് ഉള്ള ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ തിരിച്ച് പൈസ കിട്ടുന്നുണ്ടാവും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിന്നെ ഇതിൽ നമ്മൾ ജോയിൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവർ ചിലപ്പോൾ നമുക്കൊരു 600 rupees മീഷോ വാലറ്റ് പോയിന്റ്സ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും ഈ ഒരു 600 rupeesന്റെ ഈ ഒരു വാലറ്റ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു മീഷോന്റെ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ പോലെ നമുക്ക് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും. അതിന്റെ ലാസ്റ്റ് ആയിട്ട് കമന്റ് ഫോർ ലിങ്ക് എന്ന് പറയാം. അപ്പൊ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്തിട്ട് നമുക്ക് ലിങ്ക് എന്ന് കമന്റ് ചെയ്യുമ്പോൾ ഓട്ടോ DM വഴി ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് പോകുന്നുണ്ടാവുക. മീഷോ ക്രിയേറ്റർ ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരുടെ മീഷോ പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. അതായത് എല്ലാത്തിലും ഒരു പിങ്ക് കളറിൽ കമ്മീഷൻസ് കാണിക്കുന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഹുഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10% കമ്മീഷനാണ് ഇതിന് കാണിക്കുന്നുണ്ടാവുക. അതായത് ഈ ഒരു പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് 10% കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ ഈ ഒരു ബ്ലൗസ് നോക്കിക്കേ, ഇതിന്റെ 13% ആണ് കമ്മീഷൻസ് വരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് കമ്മീഷൻസ് കൂടിയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ കൂടുതൽ കമ്മീഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു മീഷോ ക്രിയേറ്റർ ക്ലബിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങുന്നതനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മീഷോ ക്രിയേറ്റർ ക്ലബിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഇൻ കേസ് നമ്മൾ ആദ്യമേ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വരുന്ന കമ്മീഷൻസ് ഒന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവില്ല. ബിക്കോസ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുഞ്ഞ് എമൗണ്ട് എന്തോ ആയിരുന്നു, എനിക്കൊന്ന് 10 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ ആദ്യമേ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു 10 രൂപ എനിക്ക് ഓൾറെഡി ക്രെഡിറ്റ് ആയത്. പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല, എനിക്ക് അക്കൗണ്ടിലേക്ക് അത് വരില്ല. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തത്. സോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാൻ നേരത്തെ കുട്ടി ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോസ് ഇടുന്ന സമയത്ത് ഓഡിയൻസിന്റെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോസ് എവിടെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമന്റിൽ ചോദിച്ചാൽ മതിയാവും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ കമന്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓക്കെ, ബൈ.